ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നാണ്, നമ്മുടെ സയൻസ് ക്യൂസ് LP സബ് ജില്ലാതലം LP UP സബ് ജില്ലാതലമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നാളെയാണ് എൻ്റെ സബ് ജില്ലാതലം. നിങ്ങളുടെ ആശംസകളൊന്ന് കമൻറ്റിൽ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അയയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ പാർട്ട് 2 ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകം. ധാന്യകം. ഏതാണ്? ധാന്യകം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ D. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ D ആണ് ആവശ്യം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ എയുടെയാണ് വിറ്റാമിൻ കണ എന്ന രോഗം ഏത് വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. യെസ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ഓക്കെ. മുട്ടയിടുന്ന സസ്തനി. വെരി ഗുഡ്. ജാക്സ എന്നത് ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ്? യെസ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത്? അടുത്തത്, രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് കൊടുക്കുന്നൊരു രീതി എന്തിനാണ്? അതിനെന്താ നമ്മൾ അറിയപ്പെടുന്നത്? ഓക്കെ. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ? സാർവത്രിക ലായകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? സാർവത്രിക ലായകം. സാർവത്രിക ലായകം ജലമാണ്. ജലം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ അടങ്ങിയ സംയുക്തം ഏതാണ്? മനുഷ്യ ശരീരം ഏതാണ് സംയുക്തം? ഏത് സംയുക്തമാണ്? നമ്മുടെ ജലം. എന്താണ്? അടുത്തത്, കൽപ്പന ചൗള അപകടത്തിൽപ്പെട്ട ബഹിരാകാശ പേടകം? യെസ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്തും അതുപോലെ തന്നെ വ്യക്തതയോടെയും കാണാൻ ഉപയോഗിക്കുന്നു. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം? വേട്ടക്കാരൻ. ഓറിയോൺ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം എവിടെയാണ്? കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. ഭൂകമ്പം അളക്കുന്ന ഉപകരണം? ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതാണ്. ഭൂകമ്പം അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാം. ഏതാണ്? കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കൂടുതലായി കാണുന്ന പോഷക ഘടകം? യെസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാ? ഏറ്റവും വലിയ അവയവം കരൾ എന്ന് പറഞ്ഞ ഉത്തരം ഏറ്റവും ഭാരം കൂടിയ അവയവമാണ്. ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ഏതാണ് ഏറ്റവും വലിയത്? നമ്മളെ ശരീരത്തിന്റെ എല്ലാ ത്വക്കാണ് ഏറ്റവും വലിയ അവയവം. തൊലി, ത്വക്ക്. സാധാരണ നിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം? ദ്രാവകത്തിൽ വജ്രം ഉണ്ടാകുക. ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥ വജ്രം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാ? മെർക്കുറി. ഏതാണ്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത്? ഹോർട്ടിക്കൾച്ചർ. അടുത്തത്, ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകം? സൾഫർ ഡൈ ഓക്സൈഡ്.
ഓക്കെ. നമുക്കറിയാം BCG വാക്സിൻ നമ്മൾ കുഞ്ഞുങ്ങളിലൊക്കെ എടുക്കുന്നൊരു കുത്തിവെപ്പാണ്. ഇത് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്? യെസ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപം ഏതാണ്? കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപം അതാണ് ഭൂമി. അടുത്തത് നേത്രദാനത്തിനായിട്ട് നമ്മൾ കണ്ണിലെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുക നേത്രദാനം ചെയ്യുമ്പോൾ? കോർണിയ. ഇതാണ്. ഹരിത വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. അല്ല, അത് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഹരിത വിപ്ലവം ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പം ഇങ്ങനെ ഓരോ മേഖലയിലും അതിൻ്റെ ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂട്ടുന്ന ആ സംഭവമാണ് ഹരിത വിപ്ലവം, ധവള വിപ്ലവം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. അല്ലാണ്ട് അവിടെ വേറൊന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇതാണ് ഹരിത വിപ്ലവം എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം? ഓക്കെ. ബയോപ്സി ടെസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഏത് രോഗനിർണയത്തിനാണ് ബയോപ്സി ടെസ്റ്റ്? ഓക്കെ. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം? പെൻസിലിൻ്റെ എഴുതുന്ന ഭാഗം ഏതാണ്? ഓക്കെ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം? സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജത്തിന് എന്താ പറയാ? കാറ്റുപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്ന യന്ത്രത്തിന് എന്താ പറയാ? ഓക്കെ. ശബ്ദം അളക്കുന്ന യൂണിറ്റ്? ഡെസിബൽ. അതാണ്. ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ്? ഇന്ത്യൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അദ്ദേഹമാണ്. തെറ്റിക്കരുത്. ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഏറ്റവും വലിയ സസ്തനി? മുട്ടയിടുന്ന സസ്തനി? കൂട് കെട്ടാത്തൊരു പക്ഷി? അതെവിടെ? നിറമില്ലാത്ത രക്തമുള്ള ജീവി? ശബ്ദമുണ്ടാക്കാതെ പറക്കുന്ന പക്ഷി? ഇല്ല. പ്രകൃതിയുടെ ഇൻസുലിൻ എന്ന് വിളിക്കുന്ന പച്ചക്കറി? പച്ചക്കറി ഏതാ? ലോകാരോഗ്യ ദിനം? പാലിലടങ്ങിയ പ്രോട്ടീൻ ഏതാണ്? കേസിൻ. ഏതാണ്? പാലിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്കെ. അത് മോരിലും ലാക്റ്റിക് ആസിഡ് തന്നെയാണ് കേട്ടോ. 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് നമുക്ക് എത്ര കലോറി ഊർജം കിട്ടും? 9 കലോറി. ഓക്കെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിന്റെ ഏത് അവയവത്തെ? അതുപോലെ കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഓക്കെ. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? അസറ്റിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് പഴങ്ങളിലാണ്. വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നതാണ് അസ്കോർബിക് ആസിഡ്. അതുപോലെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്? ഓക്കെ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം? മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നശിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓക്കെ.
ശരീരത്തിൽ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? അരിപ്പ. ആ, രക്തമൊക്കെ അരിച്ചു മാറ്റുന്ന അവയവം. അപ്പം ഡയാലിസിസ് നടത്തുന്ന നമ്മൾ ഏതിൻ്റെ നശിക്കുന്ന സമയത്ത് നമ്മൾ ഡയാലിസിസ് ഒക്കെ നടത്തുക? ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം? ഓക്കെ സോറി. പരിസ്ഥിതി ദിന ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കേഴ്സൺ രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ഏതാണെന്നറിയോ? ഏതാ? പരിസ്ഥിതി ദിന ദുരന്തങ്ങൾ പ്രമേയമാക്കി റേച്ചൽ കേഴ്സൺ രചിച്ച ഗ്രന്ഥം, വളരെ പ്രധാനപ്പെട്ട. എന്ത് വസന്തം? നിശബ്ദ വസന്തം. ഓക്കെ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കോട്ടയം. യെസ്. തവളക്കണ്ണൻ എന്ന് പറയുന്നത് തവളക്കണ്ണൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? തരം? ഓക്കെ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ പരത്തുന്ന കൊതുക് വിഭാഗം ഏതാണ്? ഈഡിസ് ഈജിപ്തി. അപ്പോൾ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയുണ്ട്. അപ്പം നിങ്ങൾ ഇന്നലെ ഇട്ട സയൻസ് ക്വിസിൻ്റെ സബ്ജില്ലാതെ വീഡിയോന് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ബോണസ് ചോദ്യം പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി? ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി സിംപിളാണെന്ന് എനിക്ക് തോന്നുന്നു. കമൻറ്റ് ചെയ്യുക, എനിക്കറിയാം. അടുത്ത വീഡിയോ കാണാം. വീണ്ടും ടാറ്റ.